ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ആയിട്ട് എന്താണ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ പറയുന്ന കാര്യം ഗേൾ ഫ്രണ്ടിന് പൂ കൊടുക്കണം, ഗിഫ്റ്റ് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ലെജൻസ് പറയുന്ന കാര്യം എന്ന് പറയുന്നത് മാർക്കോ സിനിമയുടെ OTT റിലീസ് കാണണം എന്നുള്ളൊരു കാര്യമായിരിക്കും. കാരണം കേട്ടെടുത്തോളം ഇപ്പോൾ വന്നിരിക്കുന്ന അപ്ഡേറ്റ് അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയുടെ OTT റിലീസ് എന്ന് പറയുന്നത് വലിയ രീതിക്ക് ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു സിനിമയായിരിക്കും എന്നുള്ളൊരു കാര്യം ഉറപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ്. സിനിമ തിയേറ്ററിൽ കണ്ടേക്കുന്ന ഒന്നുമല്ല എന്ന് കാണിക്കുന്ന തരത്തിലുള്ള കുറേയധികം എക്സ്റ്റെൻഡഡ് കട്ടാണ് ഈ സിനിമയുടെ OTT റിലീസിനകത്ത് സംഭവിക്കാനായിട്ട് പോകുന്നത്. അത് കേൾക്കുന്ന സമയത്ത് തന്നെ സിനിമ കാണാനായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റ് എത്രത്തോളം ആയിരിക്കും എന്നുള്ളൊരു കാര്യം ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. വയലൻസ് പടമാണ്, കാണാൻ താല്പര്യമുള്ളവർ മാത്രം കാണാം, തലയ്ക്ക് സ്ഥിരതയുള്ളവർ മാത്രം കാണാം. കാരണം ഇത് കണ്ടിട്ട് റിയൽ ലൈഫിൽ ചെന്ന് പൂശാൻ പോകുന്ന ആൾക്കാരൊന്നും ഈ പടം പോയി കാണരുത് എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ വീട്ടിൽ തുടങ്ങാണ്. കാരണം ഇന്ന് ഒരുപാട് സിനിമകളുടെ അപ്ഡേറ്റുകളാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. എമ്പുരാൻ സിനിമയായിട്ട് ഗംഭീരമായിട്ടുള്ള അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. കണ്ട സമയത്ത് വാവ് ഇത് പൊളിക്കും എന്നുള്ളൊരു കാര്യം തോന്നി. എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഡൊണാൾഡ് എന്നാണ്. വെൽക്കം ബാക്ക് ടു ടുഡേസ് വീഡിയോ. അങ്ങനെ മാർക്കോ സിനിമയുടെ OTT റിലീസ് സംഭവിക്കാനായിട്ട് പോവാണ് കുറേ നാളുകൾക്ക് ശേഷം. അതായത് 2024 ഇറങ്ങിയേക്കുന്ന ഒരു സിനിമയുടെ OTT റിലീസ് എന്തുകൊണ്ട് ഇത്ര നേരം വൈകുന്ന ഒരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയ്ക്ക് കിട്ടിയേക്കുന്ന ഒരു അക്സെപ്റ്റൻസ് തന്നെയാണ്. മാർക്കോ സിനിമയ്ക്ക് മലയാളത്തിൽ കിട്ടിയേക്കാളും കൂടുതൽ അക്സെപ്റ്റൻസ് ശരിക്കും പുറം സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് പോലും നല്ല രീതിക്ക് കിട്ടിയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പറയാനായിട്ട്. പല രാജ്യങ്ങളിലും ഇൻക്ലൂഡിങ് കൊറിയയിലടക്കം ഈ സിനിമ റിലീസ് ചെയ്തെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് അതൊരു വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് അല്ലേ. ഭയങ്കരമായിട്ടുള്ള ഫൈറ്റ് പടങ്ങൾ ചെയ്യുന്ന ഒരു രാജ്യത്തൊക്കെ നമ്മളുടെ ഒരു പടം ചെന്നിട്ട് അവിടെ നിന്ന് എന്താ പറയുക ഒരു സംഭവമൊക്കെ ആവാന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ഇതിനൊപ്പം വന്നായിരുന്ന പല സിനിമകളുടെ OTT റിലീസ് കുറേ നാളുകൾക്ക് മുമ്പേ തന്നെ വന്നായിരുന്നു. ഒരു 2 ആഴ്ച മുമ്പേ തന്നെ പല സിനിമകളുടെ റൈഫിൾ ക്ലബിൻ്റെ ഒക്കെ റിലീസ് ഓൾറെഡി വന്നായിരുന്നു. ഇപ്പോൾ മാർക്കോ സിനിമയുടെയും OTT റിലീസ് വരാനായിട്ട് പോവാണ്. OTT റിലീസ് എന്ന് പറയുന്ന സമയത്ത് ഇതൊരു എക്സ്റ്റെൻഡഡ് കട്ടാണെന്നുള്ളൊരു കാര്യം തന്നെ വേണം പറയാനായിട്ട്. എന്താണ് ഈ എക്സ്റ്റെൻഡഡ് കട്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് പറയാം. തിയേറ്ററിൽ നമ്മൾ കണ്ടേക്കാൾ കൂടുതൽ അവിടെ കാണിക്കാത്ത പല സീനുകളും ഈ ഒരു OTT വേർഷനിൽ ഉണ്ടാകുന്നുള്ളൊരു കാര്യം തന്നെ വേണം പറയാനായിട്ട്. മാർക്കോ സിനിമയുടെ OTT വേർഷനകത്ത് തന്നെ എന്നെ ഏറ്റവും കൂടുതൽ എക്സ്റ്റൻഡ് വേർഷനകത്ത് വരാൻ പോകുന്ന എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഈ സിനിമയിൽ 15 മിനിറ്റോളം ആഡ് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതിനകത്ത് ഒന്നാമത്തെ കാര്യമായിട്ട് പറയുന്ന കാര്യം എന്ന് പറയുന്നത് മാർക്കോയുടെ ചൈൽഡ്ഹുഡ് കാണിക്കുന്ന ഒരു പോർഷൻ ഈ സിനിമയ്ക്കകത്ത് ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. മാർക്കോ സിനിമയ്ക്കകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ണിമോന്റെ ഒരു ചൈൽഡ്ഹുഡ് കാണിക്കുന്ന ആ ഒരു കഥാപാത്രത്തിന്റെ ചൈൽഡ്ഹുഡ് കാണിക്കുന്ന ഒരു പോർഷൻ നമുക്ക് അതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നില്ല. വളരെ ചുരുക്കം പോർഷൻസ് മാത്രമേ ഉള്ളൂ. അതായത് ശരിക്കും മാർക്കോയുടെ ആ ഒരു എൻട്രി തൊട്ടാണ് സിനിമ സ്റ്റാർട്ട് ആവുന്നത് അല്ലേ. അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡ് കാണിക്കുന്ന ആ ഒരു പാസ്റ്റ് കാണിക്കുന്ന ഒരു പോർഷൻ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ടാവും. ഈ കഥാപാത്രത്തിന്റെ ദത്തെടുത്തേക്ക് എന്താണ്, സോ ആ ഒരു കഥാപാത്രം എങ്ങനെയാണ് അവിടെ എത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്യുന്ന തരത്തിലുള്ള പോർഷൻ ആയിരിക്കാം നമുക്ക് സിനിമയിൽ കാണാൻ സാധിക്കുക. രണ്ടാമതായിട്ട് ബ്രൂട്ടാലിറ്റി ഓഫ് റസൽ. നമ്മുടെ റസൽ എന്ന് പറയുന്ന കഥാപാത്രത്തിന് ആർക്കും മറക്കാനായിട്ട് സാധിക്കില്ല. ഈ സിനിമയിൽ വന്നേക്കുന്ന ഒരു ഗംഭീരമായിട്ടുള്ള വില്ലനാണ്. ഗംഭീരം എന്ന് പറഞ്ഞാൽ തൂത്തുപാരിയേക്കുന്ന ഒരു കിട്ടിലം പെർഫോമൻസ് ചെയ്തേക്കുന്ന ഒരു വില്ലൻ തന്നെയായിരുന്നു റസൽ എന്ന് പറയുന്നത്. പുള്ളിയുടെ ആ ഒരു ബ്രൂട്ടാലിറ്റി എന്ന് പറയുന്ന സമയത്തിന് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് മറ്റേ ഗ്യാസ് സിലിണ്ടർ ആയിരുന്നു പെട്ടെന്ന് ഓർമ്മ വന്നത്. ആ സീൻ്റെ ഒക്കെ പല എക്സ്റ്റൻഡ് കട്ടുകൾ ഈ സിനിമയ്ക്കകത്ത് ഉണ്ടാവും എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ ആ തുടക്ക ഭാഗത്തുള്ള ആസിഡ് സീക്വൻസിൻ്റെ ഒക്കെ കുറച്ചും കൂടി എക്സ്റ്റൻഡ് ആയിട്ടുള്ള കട്ടുകൾ ഉണ്ടെന്നുള്ളൊരു കാര്യം ഇതിൻ്റെ കൊറിയോഗ്രാഫർ എന്നെ മുന്നേ തന്നെ പറഞ്ഞായിരുന്നു. സൈറസിൻ്റെ ഒരു കഥാപാത്രത്തിന് ഈ സിനിമയുടെ അവസാന ഭാഗത്ത് വളരെ നൈസായിട്ട് സിമ്പിളായിട്ട് അങ്ങ് കുന്നുകളെന്നുള്ളൊരു പരാതി തീർക്കുന്ന തരത്തിൽ തന്നെയായിരിക്കും. ആ തലയങ്ങ് പിടിച്ച് തല്ലി പൊളിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവം തന്നെയായിരിക്കും ഈ സിനിമയുടെ OTT വേർഷനിൽ കാണിക്കുക എന്നുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ കണ്ടെയ്നർ ഫൈറ്റ് ഉണ്ട്. കണ്ടെയ്നർ ഫൈറ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മാർക്കോയുടെ ആ ഒരു കണ്ടെയ്നർ ഫൈറ്റ് ആയിരിക്കും. മാർക്കോ ഒരു ബോംബ് വെച്ച് പൊട്ടിക്കുന്ന ഒരു സീക്വൻസ് ഈ സിനിമയ്ക്കകത്തുണ്ടല്ലോ. ടെയിലെൻഡിൽ ഒരു ക്യാമിയോ വരും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അത് ആരാണ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ടെയിലെൻഡിനകത്ത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രം വരുന്നുണ്ടെന്നുള്ളൊരു കാര്യം ആ സമയത്ത് തന്നെ റൂമർ വന്നായിരുന്നു. റിയാസ് ഖാൻ എന്നുള്ളൊരു കാര്യം ആ സമയത്ത് തന്നെ റൂമറുകൾ ഉണ്ടായിരുന്നു. റിയാസ് ഖാൻ്റെ പോർഷനാണോ വരുന്നത് എന്നുള്ളൊരു കാര്യം ഉറപ്പില്ല. പക്ഷേ ടെയിലെൻഡിൽ ഒരു ക്യാമിയോ വരുന്നുണ്ടെന്നുള്ളൊരു കാര്യം 100% ഉറപ്പാണ്. സിനിമ ഉണ്ടാക്കുന്ന സമയത്ത് ഞാനായാലും ചിന്തിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു ഷോട്ട് വന്നു, ഒരു സീക്വൻസ് വന്നു, ലാസ്റ്റ് ഒരു എൻ ക്രെഡിറ്റ് വന്നു കഴിഞ്ഞിട്ട് ഒന്നും മനസ്സിലാവാത്ത തരത്തിൽ പെട്ടെന്ന് അങ്ങ് സ്ക്രീൻ നിന്ന് പോയൊരവസ്ഥയായിരുന്നു. ഇതായിരുന്നു സിനിമ ഉണ്ടാക്കുന്ന എല്ലാവരുടെ അവസ്ഥ. സോ അതിൻ്റെ ഒരു എക്സ്റ്റൻഡ് കട്ട് ആരാണ് ആ ക്യാമിയായിട്ട് വരുന്നത്, ആ കാരണത്ത് വരുന്ന ആൾക്കാർ ആരാന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് കാണിക്കുന്ന ഒരു സീക്വൻസ് ആയിരിക്കും ഈ സിനിമയുടെ ടെയിലെൻഡിൽ വരാന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ മാർക്കോ 2യുടെ ഒരു അനൗൺസ്മെന്റ്, രണ്ടാം ഭാഗത്തിൻ്റെ ഒരു അനൗൺസ്മെന്റ് ടെയിലെൻഡ് വെച്ചുകൊണ്ട് രണ്ടാം ഭാഗത്തിലുള്ള ഒരു കണക്ഷൻ തന്നെയായിരിക്കും വരാനായിട്ടുള്ള സാധ്യത. രണ്ടാം ഭാഗം ഓൾറെഡി കൺഫേംഡ് ആണെന്നുള്ളൊരു കാര്യം ഇതിൻ്റെ പ്രൊഡ്യൂസർ തന്നെ ഓൾറെഡി പറഞ്ഞായിരുന്നു. സോ മാർക്കോ 2ൻ്റെ അനൗൺസ്മെന്റ് ഈ സിനിമയ്ക്കകത്ത് ഉണ്ടാകും എന്നുള്ളൊരു കാര്യം തന്നെ, അതായത് OTTക്കകത്ത് കൃത്യമായിട്ട് അവർ റിവീൽ ചെയ്യുന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഇതുവരെ വന്നേക്കുന്ന അപ്ഡേറ്റുകളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എനിവേസ് മാർക്കോ എന്ന് പറയുന്ന സിനിമയുടെ ഒരു OTT വേർഷൻ വരുന്ന സമയത്ത് അതൊരു 1.5 വരവന്നെയായിരിക്കും. ഫെബ്രുവരി 14 സിനിമയുടെ OTT റിലീസ് സംഭവിക്കാനായിട്ട് പോകുന്നത്. സോണി ലീവ് OTT പ്ലാറ്റ്ഫോമിലാണ് സിനിമ റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ കാത്തിരുന്ന് കാണാം എന്തൊക്കെയാണ് സംഭവിക്കാനായിട്ട് പോകുന്ന ഒരു കാര്യം. മാർച്ച് 27 റിലീസാകാൻ പോകുന്ന എമ്പുരാൻ സിനിമയുടെ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് തന്നെ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ഈ സിനിമയിൽ വരാൻ പോകുന്ന ക്യാമിയോ ആരാണ്, ഈ സിനിമയിൽ വരാൻ പോകുന്ന വില്ലൻ ആരാണ്, ആ തിരിഞ്ഞു നിൽക്കുന്ന ആൾ ആരാന്നുള്ള 100 കൂട്ടം ചോദ്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്.
ഇപ്പോൾ ചെന്ന് കാര്യങ്ങളുടെ ഒരു ഡിസ്കഷൻ ചെന്ന് എത്തിയിരിക്കുന്നത് ബ്രേക്കിംഗ് ബാഡിലുള്ള ഗുസ്താവിലോട്ട് വരെ കാര്യങ്ങൾ ചെന്ന് എത്തിയിട്ടുണ്ട്. പലതരത്തിലുള്ള ഫാൻ മെയ്ഡ് പോസ്റ്ററുകളും മറ്റൊക്കെ കാണാൻ സാധിച്ചായിരുന്നു. ശരിക്കും ഇങ്ങനെയൊക്കെ വരാണെന്നുണ്ടെങ്കിൽ വേറെ ലെവലായിരിക്കും. പക്ഷേ ഇത് ഗുസ്താവ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വന്നാൽ അത് ഗംഭീരമായിരിക്കും. പക്ഷേ ഇതൊക്കെ എല്ലാം ഫാൻ മെയ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. മമ്മൂട്ടി ഈ സിനിമയിലുണ്ടാവും, മമ്മൂക്ക ഈ സിനിമയിലുണ്ടാവും എന്നുള്ള ഒരുപാട് റൂമറുകളൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ആസ് പെർ ദ റിപ്പോർട്ട് ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന ഒരു ഇൻഫോർമേഷൻ അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയുടെ ഡയറക്ടറായിട്ടുള്ള പൃഥ്വിരാജിനെ പറഞ്ഞേക്കുന്ന ഒരു കാര്യം അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയ്ക്കകത്ത് മമ്മൂക്ക ഇല്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇന്നലെ ഈ സിനിമയുടെ ഒരു അടിപൊളി ഒരു അപ്ഡേറ്റ് പുറത്തു വന്നായിരുന്നു. ഈ സിനിമയുടെ നമുക്ക് പറയാനായിട്ട് പറ്റില്ല. പക്ഷേ പൃഥ്വിരാജ് നിന്നേക്കുന്ന ഈ സ്പോട്ട് നോക്കുന്ന സമയത്ത് ഇത് എമ്പുരാൻ സിനിമയുടെ എഡിറ്റിംഗ് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു പിക്ക് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ലാലേട്ടൻ്റെ ഒപ്പം പൃഥ്വിരാജ് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഫഹദ് ഫാസിലുണ്ട്. പൃഥ്വിരാജ് ഇട്ടേക്കുന്ന ഇതേ ടീഷർട്ട് തന്നെയാണ് ശരിക്കും എമ്പുരാൻ സിനിമയുടെ എഡിറ്റിംഗ് പൂർത്തിയായെന്നുള്ള രീതിക്കുള്ള ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന ഒരു അപ്ഡേറ്റിനകത്ത് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എമ്പുരാൻ സിനിമയുടെ റിലീസിങ് അടുത്ത മാസം 27-ാം തീയതിയാണ്, മാർച്ച് 27-ാം തീയതിയാണ്. ഫെബ്രുവരി മാസം തന്നെ ഇന്നലെ തന്നെ ഈ സിനിമയുടെ എഡിറ്റിംഗ് കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അപ്ഡേറ്റ് പുറത്തു വന്നായിരുന്നു. വളരെ നേരത്തെ തന്നെ ഈ സിനിമയുടെ എല്ലാ കാര്യങ്ങളും പട്ടാന്ന് തീരുന്നുണ്ട്. അത്രയും പ്ലാൻ ചെയ്തിട്ടാണ് ഇവർ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ടീസറും ട്രെയിലറൊക്കെ കാണാൻ സാധിക്കും. ഒരു സെക്കൻഡ് ടീസർ ഉണ്ടാവും എന്നുള്ള റൂമറുകൾ കേൾക്കുന്നുണ്ട്. അത് ട്രെയിലറായിട്ടാണ് വരാമെന്നൊരു കാര്യം ഉറപ്പില്ല. പക്ഷേ ഈ ഒരു പോസ്റ്റ് കാണുന്ന സമയത്ത് ഇതിനകത്തുള്ള അതേ ടീഷർട്ട് തന്നെയാണ് ശരിക്കും നമുക്ക് ഈ ഒരു പോസ്റ്റിനകത്ത് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് ഫഹദ് ഫാസിലൊക്കെ ഈ സിനിമയ്ക്കകത്ത് ഉണ്ടാവുമോ എന്നുള്ള ഡിസ്കഷൻസ് ഒരുപാട് റൂമറുകൾ ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ തിരിഞ്ഞു നിൽക്കുന്ന ആൾ നമ്മുടെ രംഗണനെ പോലുള്ള ഒരു കഥാപാത്രമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഫാൻസ് ഒരുപാടധികം റൂമറുകളുമായിട്ട് മുന്നോട്ടേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തിനാണെങ്കിലും എഡിറ്റിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പടം ഒരു ഗംഭീര പടമായിട്ട് മാറട്ടെ എന്നുള്ളൊരു കാര്യം നിനക്ക് പ്രതീക്ഷിക്കാം. കാരണം ലാലേട്ടൻ്റെ ഒരു വലിയൊരു കംബാക്ക് ആഗ്രഹിക്കുന്ന ഒരു ഫാൻ എന്നുള്ള രീതിക്ക് തന്നെ ഞാൻ മാത്രമല്ല ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. ഇവൺ ഇഫ് യു ആർ എ മമ്മൂക്ക ഫാൻ ഓർ ലാലേട്ട ഫാൻ, ആരുടെ ഫാനാണെന്നുണ്ടെങ്കിലും മോഹൻലാലിൻ്റെ ഒരു നല്ല പടം വരുന്ന സമയത്ത് അത് കാണാനായിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം തന്നെയാണ്. സോ അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. ആൻഡ് ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാനായിട്ടുള്ളത്, വിടാമുയർസി എന്ന് പറയുന്ന ഒരു സിനിമ സൈലൻ്റ് ആയിട്ട് ഒന്ന് വയലൻ്റ് ആവാനായിട്ട് സാധ്യതയുണ്ടെന്ന് കാണിക്കുന്ന തരത്തിലുള്ള ഒരുപാട് പോസ്റ്റേഴ്സുകൾ കാണാനായിട്ട് സാധിച്ചായിരുന്നു. ശരിക്കും വിടാമുയർസി എന്ന് പറയുന്ന സിനിമയുടെ ആ പാട്ട്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് പറയുന്നത് ഞാൻ ഈ അടുത്ത് കേട്ടേക്കുന്ന ഏറ്റവും ബെസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളിലൊന്നായിരുന്നു. ആ വയലിൻ വെച്ചിട്ടുള്ള ഒരു പരിപാടി, അത് ഒരു രക്ഷയില്ലാത്ത അനിരുദ്ധിൻ്റെ ഒരു വൺ ഓഫ് ദ പീക്ക് മ്യൂസിക് ആയിരുന്നു ശരിക്കും വിടാമുയർസിയിൽ സെറ്റ് ചെയ്ത് വെച്ചായിരുന്നത്. ആ ബീജിയം തന്നെ ധാരാളമായിരിക്കും. അനിരുദ്ധിൻ്റെ ആ ഒരു പണ്ണൽ എന്തായിരിക്കും എന്നൊരു കാര്യം അറിയില്ല. എനിവേസ് ഒരു വലിയ സിനിമയാണ് വിടാമുയർസി എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് 200 crores അടുത്ത് വന്നിരിക്കുന്ന ഒരു വലിയൊരു സിനിമയാണ്. പക്ഷേ തമിഴ്നാട്ടിൽ പടം നിന്ന് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്രമാത്രം അറിയാലോ, അവിടെ അജിത് ഫാൻസ് എന്ന് പറയുന്ന അത്ര വലിയ സ്ട്രോങ് ഫാൻ ബേസ് ആണ്. കേരളത്തിലും ഈ സിനിമയുടെ റിലീസ് ഉണ്ട്. വെയിറ്റിംഗ് ഫോർ വിടാമുയർച്ചി എന്താണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. സോ മാർക്കോ സിനിമയുടെ OTT ആയിട്ട് നിങ്ങൾ വെയിറ്റിംഗ് ആണോ? ആൻഡ് എമ്പുരാൻ സിനിമയുടെ ഒരു എഡിറ്റഡ് വേർഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ട്രെയിലറിന് വേണ്ടി നിങ്ങൾ വെയിറ്റിംഗ് ആണോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. കാരണം മലയാളത്തിൽ തന്നെ ഏറ്റവും എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സിനിമയുടെ ഒരു തിയേറ്റർ റിലീസും മലയാളത്തിൽ തന്നെ ഏറ്റവും എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു OTT റിലീസുമാണ് വരും ദിവസങ്ങളിൽ സംഭവിക്കാനായിട്ട് പോകുന്നത്. ഐ മീൻ ഇനി മലയാള സിനിമയുടെ ഒരു ചരിത്രമാവാനായിട്ട് പോകുന്ന കുറേ കാര്യങ്ങളാണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. ആ റേഞ്ച് ഓഫ് സിനിമകളാണ് ഇനി വരാനായിട്ട് പോകുന്നത്. സോ എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ എന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം പേര് ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത കാര്യം പരിഗണിച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോകളുടെ അപ്ഡേറ്റുകളെല്ലാം നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് മീ ടു നാൾ സെബാസ്റ്റ്യൻ സൈനിങ് ഔട്ട്. ബൈ.